ഹായ്, ഹലോ, വണക്കം, നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വേളാവൂർ ഭഗവതി ക്ഷേത്രത്തിലാണ്. നിങ്ങൾ കാണുന്ന വീഡിയോ ക്ഷേത്രത്തിലെ 7ാം ഉത്സവ ദിവസമാണ്. ഇന്ന് രാവിലെ പൊങ്കാലയുണ്ടായിരുന്നു. എനിക്ക് വയ്യാത്തത് കൊണ്ട് പൊങ്കാല സമയത്ത് എത്താൻ കഴിഞ്ഞില്ല. പിന്നെ അന്നേ ദിവസം ഞാനും കൂട്ടുകാരും കൂടി വൈകിട്ട് ക്ഷേത്രത്തിൽ പോയി മേള ചുറ്റി കണ്ടു. മേളയും മറ്റ് ലൈറ്റ് പരിപാടികളും കണ്ടതിന് ശേഷം അമ്പലത്തിൽ ഘോഷയാത്ര എത്തി. ഘോഷയാത്രയിൽ താലപ്പൊലിയും ആനപ്പുറത്തെഴുന്നള്ളിപ്പും ക്ഷേത്രത്തിനെ വലം വെച്ചതിന് ശേഷം ഘോഷയാത്രയ്ക്കൊപ്പം ഇപ്പോൾ പോപ്പുലറായിട്ടുള്ള കിങ്കോങ്മിൻ്റെ വേഷമിട്ട 2 പേരുണ്ടായിരുന്നു. ഈ വേഷവിധാനങ്ങളിട്ട ആളുകളെ കണ്ട് എല്ലാവർക്കും കൗതുകം തോന്നുകയും ചിലർ അത് അടുത്തേക്ക് വരുമ്പോൾ ഭയപ്പെട്ട് മാറുകയും ചിലർ നിലവിളിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ കൈകൊട്ടിക്കളിയും പിന്നെ അതിനോടൊപ്പം തന്നെ പോപ്പറും ഉണ്ടായിരുന്നു. ചുറ്റും ആളുകൾ കൂടിയുന്നത് കൊണ്ട് കൈകൊട്ടിക്കളി നേരെ കാണാൻ കഴിഞ്ഞില്ല. എന്നാലും മറ്റൊരു അമ്പലത്തിൽ ഞാൻ അവരുടെ കൈകൊട്ടിക്കളി കണ്ടിട്ടുണ്ടായിരുന്നു. ചെണ്ടമേളം ഉണ്ടായിരുന്നു. ചെണ്ടമേളവും പോപ്പറും ചെണ്ടമേളവും മറ്റു കലാപരിപാടികളും കഴിഞ്ഞതിന് ശേഷം ഘോഷയാത്രയുടെ കലാപരിപാടികളും കഴിഞ്ഞ ശേഷം മാജിക് ഷോ തുടങ്ങിയത് 10 മണിക്ക് ശേഷമാണ്. 10 മണിക്ക് ശേഷം മാജിക് ഷോ തുടങ്ങിയതിന് ശേഷം നമ്മൾ കുറച്ച് പരിപാടി കണ്ടതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങിപ്പോയി. പിന്നെ പിറ്റേ ദിവസം നമ്മൾ അമ്പലത്തിൽ എത്തി. ആ ദിവസമാണ് തൂക്കം. ഉത്സവം തുടങ്ങിയിട്ട് 8ാം ദിവസമാണ്. എല്ലായ്പ്പോഴും കുംഭം ഭരണി ദിവസമാണ് തൂക്കം വരുന്നത്. ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോൾ 131 തൂക്കമായിരുന്നു. തൂക്കം രാവിലെയായിരുന്നു തുടങ്ങിയത്. മുൻ വർഷങ്ങളിലെല്ലാം നമ്മൾ ബസ്സിലോ അല്ലെങ്കിൽ നടന്നോ ഉത്സവങ്ങൾക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള അനിയൻ കാറെടുത്തത് കൊണ്ട് തന്നെ നമ്മൾ കാറിലാണ് ഉത്സവത്തിന് വന്നത്. കാറിൽ വന്നതുകൊണ്ട് തന്നെ കാറ് ഒതുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കറങ്ങേണ്ടി വന്നു. അതിന് കാർ ഒതുക്കിയതിന് ശേഷം നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയതിന് ശേഷം കുറച്ച് നടന്ന് ലൈറ്റും എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ തൂക്ക സ്ഥലത്തേക്ക് എത്തി. തൂക്കം 140ാം തൂക്കമായിരുന്നു. 140ാം തൂക്കം പിള്ളത്തൂക്കമായിരുന്നു. പിള്ളത്തൂക്കം എന്ന് വെച്ചാൽ ചെറിയ കുഞ്ഞിനെ മുതിർന്ന കുട്ടിയുടെ കയ്യിൽ കൊടുത്ത് തൂക്കവില്ല് താഴ്ത്തി ക്ഷേത്രത്തിന് വലം വയ്ക്കുന്നു. കുഞ്ഞിനെ പിടിക്കാൻ കൂടെ ആളുകൾ ഉണ്ടായിരിക്കും. അതിനുശേഷം വന്നത് 141ാം തൂക്കമായിരുന്നു. അത് അലങ്കാര തൂക്കമായിരുന്നു. അലങ്കാര തൂക്കം മാത്രമാണ് ക്ഷേത്രത്തിന് 3 പ്രാവശ്യം വലം വയ്ക്കുന്നത്. അലങ്കാര തൂക്കത്തിനുള്ള കുട്ടി ക്ഷേത്രത്തിന് വലം വയ്ക്കുമ്പോൾ വില്ലിലുള്ള ഹാരം കെട്ടിയ പൂ പൊട്ടിച്ച് എറിയും. വില്ലിനോടൊപ്പം പോകുന്ന ആളുകൾ പൂക്കൾ വാരിയെറിഞ്ഞും ആർപ്പുവിളികളുമായി തൂക്കം അവസാനിപ്പിക്കും. അവസാന തൂക്കം കഴിഞ്ഞ് ഉടൻ കുത്തിയോട്ടം തുടങ്ങി. കുത്തിയോട്ടത്തിലെ കുട്ടികളും ചേർന്ന് പാട്ടിനോടൊപ്പം നൃത്തവും ആർപ്പുവിളികളുമായി ക്ഷേത്രത്തിനെ വലം വയ്ക്കുന്നു. ഈ കുത്തിയോട്ടത്തിൻ്റെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല.
ഈ കുത്തിയോട്ടം കഴിഞ്ഞതിന് ശേഷം കുറെ കഴിഞ്ഞ് ആൽമരം ബാൻഡിൻ്റെ മ്യൂസിക് ഷോ ഉണ്ടായിരുന്നു. ആൽമരം ബാൻഡിൻ്റെ മ്യൂസിക് ഷോ തുടങ്ങി. സ്റ്റേജിൻ്റെ മുൻഭാഗത്തെ ഗ്രൗണ്ട് ആളുകളെ കൊണ്ട് നിറഞ്ഞു. നല്ല ലൈറ്റ് ഷോ മ്യൂസിക്കിനോടനുബന്ധിച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ദേശത്തെ വലിയ ഉത്സവങ്ങളിൽ ഒന്നിൻ്റെ കൊടിയിറങ്ങി. ഇനിയും എനിക്ക് ഇതുപോലെ അവസരങ്ങളും കണ്ടന്റും കിട്ടുകയും വീഡിയോ ഇടാൻ മനസ്സോന്നുകയും നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ വീണ്ടും വരും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ വീണ്ടും കാണും വരയ്ക്കും നന്ദി, വണക്കം.